നമസ്കാരം ഫ്രണ്ട്, എല്ലാവർക്കും റീസ്റ്റാർട്ട് പി എസ് സിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പി എസ് സി ബുള്ളറ്റിനിൽ തന്നിട്ടുള്ള സുന്ദര മലയാളം എന്ന പോർഷനിലെ കുറച്ച് മലയാളം ചോദ്യങ്ങളാണ്. മലയാളത്തിലെ വാക്പ്രയോഗങ്ങൾ എന്ന ഭാഗത്തെ ശരിയായിട്ടുള്ള പ്രയോഗവും തെറ്റായിട്ടുള്ള പ്രയോഗവും നമ്മളെടുത്ത് നോക്കുകയാണ്. അപ്പോൾ ക്ലാസ് മുഴുവനായിട്ടും കേൾക്കാൻ ശ്രമിക്കുക. നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. നേരം കെട്ട നേരം എന്ന് എഴുതുന്നത് തെറ്റാണ്. നേരം കെട്ട നേരം എന്ന് ഒരുമിച്ച് വേണം എഴുതാൻ. നേരം കെട്ട നേരം എന്ന് വേണം എഴുതാൻ, വിട്ട് എഴുതരുത്. നേരം പോക്ക് എന്ന് ഒരുമിച്ച് എഴുതുന്നത് തെറ്റാണ്. നേരം പോക്ക് എന്നാണ് എഴുതേണ്ടത്. നേരം പോക്ക് എന്നല്ല, നേരം പോക്ക് എന്നല്ല, നേരം പോക്ക് എന്നാണ് എഴുതേണ്ടത്. ദെൻ നേരാവണ്ണം എന്നത് തെറ്റാണ്. നേരാം വണ്ണം എന്നത് ഒരുമിച്ച് എഴുതണം. നേരാവണ്ണം എന്നാണ് എഴുതേണ്ടത്. നേരാം വണ്ണം എന്ന് തെറ്റാണ്. നേരിട്ടു കാണുക എന്ന് എഴുതുന്നത് തെറ്റാണ്. നേരിട്ടു കാണുക എന്ന് ഒരുമിച്ച് വേണം എഴുതാൻ. നേരിട്ടു ചെല്ലുക എന്നത് തെറ്റാണ്. നേരിട്ടു ചെല്ലുക എന്ന് ഒരുമിച്ച് വേണം എഴുതാൻ. ചെല്ലുകയ്ക്ക് ഉറപ്പിച്ച ചായയുടെ ആവശ്യമില്ല. നേരിട്ടു ചെല്ലുക എന്ന് കൂടെ എഴുതിയാൽ മതി. നേരെ എന്ന് പറയുന്നത് തെറ്റാണ്. നേരെ എന്ന് വേണം പറയാൻ. എന്നത് എന്ന് വേണം, അല്ലാണ്ട് നേരെ എന്ന് എഴുതി നിർത്തിയാൽ പോരാ. ദെൻ നേരെ മറിച്ച് എന്നത് നേരെ മറിച്ച് എന്ന് വേണം, ഒരുമിച്ച് വേണം എഴുതാൻ. നേരെ മറിച്ച് എന്ന് വേണം എഴുതാൻ. ദെൻ നേരെ വാ നേരെ പോ എന്നത് നേരെ വാ നേരെ പോ, ഇങ്ങനെ വിട്ട് തന്നെ എഴുതണം. നേരെ വാ നേരെ പോ അങ്ങനെ എഴുതണം. ദെൻ നേർക്കുനേർ എന്നത് ഒറ്റ വാക്കായിട്ട് എഴുതണം. നേർക്കുനേർ എന്നത് ഒറ്റ വാക്കായിട്ടാണ് എഴുതുക. നേർ അങ്ങനെ പിരിച്ചെഴുതരുത്. ദെൻ നേർക്കു നേരെ എന്നതും പിരിച്ചെഴുതരുത്. നേർക്കു നേരെ എന്ന് വേണം, കൂട്ടി വേണം എഴുതാൻ. അവിടെയും നേരെ എന്നത് നേരെ എന്നത് വേണം എഴുതാൻ. ദെൻ ദീർഘിച്ച ഏകാരം വേണം, എന്ന് വേണം എഴുതാൻ, നേരെ. ദെൻ നേർച്ച കാഴ്ചകൾ എന്നത് എഴുതുമ്പോൾ എന്നത് ഉറപ്പിച്ച ആവശ്യമില്ല. നേർച്ച കാഴ്ചകൾ എന്ന് മാത്രം എഴുതിയാൽ മതി. അത് ഒരുമിച്ച് വേണം എഴുതാൻ. ആ ഉറപ്പിച്ച കായുടെ ആവശ്യമില്ല. ദെൻ നേർച്ച കുടുംബ എന്നത് ഒരുമിച്ച് എഴുതണം. അവിടെ ഒരു ഉറപ്പിച്ച വേണം എഴുതാൻ. 2 വരും. നേർച്ച കുടുംബ എന്ന് വേണം എഴുതാൻ. ദെൻ നേർ പകുതി എന്നത് കൂട്ടി വേണം എഴുതാൻ. നേർപകുതി എന്ന് വേണം എഴുതാൻ. നേർപ്പെടുക എന്നത് നേർപ്പെടുക എന്ന് മാത്രം എഴുതിയാൽ മതി. ഉറപ്പിച്ച എഴുതേണ്ട കാര്യമില്ല. ദെൻ നേർപകർപ്പ് എന്നതും നേർപകർപ്പ്, ഉറപ്പിച്ച യുടെ ആവശ്യമില്ല. ദെൻ നേരെ മൂത്തത് അങ്ങനെ പറയരുത്, ഒരുമിച്ച് വേണം പറയാൻ. നേരെ മൂത്തത് എന്ന് വേണം പറയാൻ. നേരെ ജ്യേഷ്ഠൻ, വിട്ട് എഴുതരുത്. നേരെ ജ്യേഷ്ഠൻ എന്ന് തന്നെ എഴുതണം. ദെൻ ഞൊട്ടി നുണയുക എന്നത് ഞൊട്ടി നുണയുക എന്ന് കൂട്ടി എഴുതണം. ദെൻ നോക്കുകൂലി എന്നത് ആണ് ശരി. നോക്കുകൂലി അങ്ങനെ എഴുതരുത്. നോക്കുകൂലി എന്ന് ഒരുമിച്ച് തന്നെ വേണം എഴുതാൻ വേണ്ടിയിട്ട്. ദെൻ അടുത്തത് നോക്കി കാത്തിരിക്കുക, അങ്ങനെയല്ല പറയേണ്ടത്. നോക്കി കാത്തിരിക്കുക ഒരുമിച്ച് വേണം പറയാൻ. എന്നത് ഉറപ്പിച്ച് എഴുതണം. നോക്കി കഴിഞ്ഞിട്ടുള്ള 2 വരും. നോക്കി കാത്തിരിക്കുക. ദെൻ നോക്കി കാണുക എന്നതും അതുപോലെ തന്നെ ഒരുമിച്ച് വേണം എഴുതാൻ. നോക്കി കാണുക ഉറപ്പിച്ച് വേണം എഴുതാൻ. നോക്കി ചിരിക്കുക എന്നത് എഴുതുന്ന സമയത്ത് ഒരുമിച്ച് തന്നെയാണ് എഴുതുക. നോക്കി ചിരിക്കുക എന്നത് ചിരിക്കുക എന്ന് എഴുതണ്ട, ചിരിക്കുക എന്ന് മാത്രം എഴുതാൽ മതി. യുടെ പുറകിൽ യാകാരം വേണ്ട കാര്യമില്ല. ദെൻ നോക്കി നടക്കുക എന്നത് ഒരുമിച്ച് എഴുതണം. നോക്കി നടക്കുക അങ്ങനെ എഴുതരുത്. നോക്കി നടക്കുക എന്ന് തന്നെ എഴുതണം. ദെൻ നോക്കി നിൽക്കുക എന്ന് തന്നെ എഴുതുക. നോക്കി നിൽക്കുക അങ്ങനെ എഴുതരുത്. നോക്കി നിൽക്കുക എന്ന് ഒരുമിച്ച് വേണം എഴുതാൻ. നോക്കി പേടിപ്പിക്കുക എന്നതും നോക്കി പേടിപ്പിക്കുക എന്ന് ഒരുമിച്ച് വേണം എഴുതാൻ. പേടിപ്പിക്കുക എന്നതിൽ ഉറപ്പിച്ച എഴുതണം. നോക്കി പേടിപ്പിക്കുക എന്ന് എഴുതുമ്പോൾ. ദെൻ നോമ്പ് നോൽക്കുക എന്നത് വിട്ട് വേണം എഴുതാൻ. നോമ്പ് നോൽക്കുക അങ്ങനെ വേണം എഴുതാൻ വേണ്ടിയിട്ട്, ഒരുമിച്ച് എഴുതരുത്. ദെൻ ന്യൂനപക്ഷ കമ്മീഷൻ എന്നല്ല, അതൊരൊറ്റ വാക്കാണ്. ന്യൂനപക്ഷ കമ്മീഷൻ എന്നാണ്. ന്യൂനപക്ഷ കമ്മീഷൻ, അവിടെ ഉറപ്പിച്ച വരും. ദെൻ അടുത്തത് ന്യൂനചിഹ്നം എന്നത് എഴുതുമ്പോൾ ഉറപ്പിച്ച എഴുതേണ്ട കാര്യമില്ല. ന്യൂനചിഹ്നം എന്ന് മാത്രം എഴുതിയാൽ ഒറ്റ മാത്രമേ ആവശ്യമുള്ളൂ. ദെൻ നൈഷ്ഠിക ബ്രഹ്മചാരി എന്നത് എഴുതണ സമയത്ത് നൈഷ്ഠിക ബ്രഹ്മചാരി ഒരുമിച്ച് വേണം എഴുതാൻ. നൈഷ്ഠിക ബ്രഹ്മചാരി എന്ന് വേർതിരിച്ച് എഴുതരുത്. നൈഷ്ഠിക ബ്രഹ്മചാരി എന്ന് ഒരുമിച്ച് എഴുതുക. ദെൻ നൈസർഗിക ഗുണം എന്നത് എഴുതണ സമയത്ത് ഒരൊറ്റ വരേണ്ട കാര്യമുള്ളൂ. നൈസർഗിക ഗുണം എന്ന് എഴുതണ്ടു. ഉറപ്പിച്ച എഴുതേണ്ട കാര്യമില്ല. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത്.
ഒന്ന് നോക്കി കണ്ട് പഠിക്കുക, എഴുതി തന്നെ പഠിക്കുക. ഏതൊക്കെ ഭാഗത്ത് ഏതൊക്കെ അക്ഷരങ്ങൾ ഉറപ്പിച്ച് വരുന്നുണ്ട്, ഏതൊക്കെ വാക്കുകൾ ഒരുമിച്ച് എഴുതണം, ഏതൊക്കെ വിട്ട് എഴുതണം എന്നുള്ളതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ചിലപ്പോൾ എഴുതി പോകുന്ന സമയത്തൊക്കെ വിട്ടിട്ടൊക്കെ എഴുതാൻ ചില കാര്യങ്ങൾ ഇപ്പോൾ നോക്കി പേടിപ്പിക്കുക എന്നതൊക്കെ എഴുതുന്ന സമയത്ത് ഒരൊറ്റ പായ എഴുതാൻ വകുപ്പുള്ളൂ. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ട് നോക്കി പേടിപ്പിക്കുക, ഉറപ്പിച്ച പാ തന്നെ അവിടെ എഴുതാൻ ശ്രമിക്കുക. ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് വയ്ക്കുക. മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.